ഹലോ, ഇത് ഐഷാസ്. എൻ്റെ ഷോപ്പിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ്. എൻ്റെ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് ഒരു ട്രാൻസ്ഫോമർ ആയിരുന്നു. ഇപ്പോൾ ചെന്നൈയിലെ ട്രാൻസ്ഫോമറിൻ്റെ മുമ്പിലൊക്കെ ഇതുപോലത്തെ ഷീറ്റ്സ് ഇടുന്നുണ്ട്, അയണിൻ്റെ ഷീറ്റ്സ് ഇടുന്നുണ്ട് ഗേറ്റ് വേയിലെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ട്. ഇപ്പം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ ഷീൽഡിൻ്റെ പുറത്ത് തത്തമ്മയുടെ പടമാണ്. പക്ഷെ വേറെ ഒരു സ്ഥലത്തും ഇതുപോലത്തെ ഷീറ്റ്സിലൊന്നും തത്തമ്മയുടെ പടമല്ല വന്നിട്ടുള്ളത്. ഞാൻ വളരെ ലക്കിയാണ്. ഏത് സമയം എനിക്ക് തത്തമ്മയെ കാണാൻ പറ്റും. നോർമലായിട്ട് എൻ്റെ ഷോപ്പിൻ്റെ മുമ്പിലൊരു ഗ്രൗണ്ടാണ്, അപ്പോൾ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ഒബ്വിയസായിട്ട് എനിക്ക് തത്തമ്മയെ കാണാൻ പറ്റും. അതൊന്നും പോരാ, നീ കുറച്ചുകൂടെ തത്തമ്മയെ നോക്കിക്കോ എന്ന് പറയുന്ന രീതിയിലാണ് ഈ തത്തമ്മമാരെ കൊണ്ടുവന്ന് ഇവിടെ അടുക്കി വെച്ചേക്കുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ട്യൂബ് റോസ്. ഇത് നിങ്ങളെന്ത് പറയുന്നറിയില്ല. ഇത് എൻ്റെ ഫേവററ്റ് ചെടിയുടെ ഒരു പൂവാണ്. ഇതിൻ്റെ പൂവിൻ്റെ മണമുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്നു. ഞാൻ കോളേജസിലാണ് പഠിച്ചത്. അപ്പോൾ കോളേജസിൽ അവിടെയായിട്ട് ഇതിൻ്റെ മരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നല്ല ഓർമ്മയാണ്, സ്കൂളിൻ്റെ ഓർമ്മയാണ്. അപ്പം ഞാൻ നടന്നു വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ റോഡിൽ ഞങ്ങളുടെ അഡ്രസ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഷൂട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ എൻ്റെ അഡ്രസ്സ് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. മൊഗപ്പേ, ഏരി സ്കീം, 2nd സ്ട്രീറ്റ്. ഇത് തേങ്ങാപ്പൂ ആസ് യൂഷ്വൽ. എനിക്ക് ഫ്ലവേഴ്സിനോട് വലിയ താല്പര്യമാണ്, അതുകൊണ്ട് ഈ പൂവിനെ എടുത്തു. ആക്ച്വലി ഈ ഏരിയയിൽ, ഈ വീട്ടിൽ തന്നെ പവിഴമല്ലി ഉണ്ടായിരുന്നു. ഭയങ്കര നിറച്ചും പൂത്തൊലഞ്ഞു കിടക്കുമായിരുന്നു പവിഴമല്ലി. അവരത് കട്ട് ചെയ്ത് കളഞ്ഞു, എന്തെന്നറിയില്ല. ഇപ്പോൾ ഇത് രണ്ടുമാണ് വെച്ചിട്ടുള്ളത്. നിറച്ചുണ്ടായിരുന്നു പവിഴമല്ലി. ഇത് രസമെന്നറിയാം. രാവിലെ കടയിൽ വരുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ തൊഴിഞ്ഞ് നിൽക്കും. രാത്രി പോകാൻ നേരത്തെ എല്ലാം ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ, മുട്ടിൻ്റെ രീതിയിൽ നിൽക്കും. രണ്ടും കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കടയുടെ ചുറ്റും പച്ചപ്പാണ്. താങ്ക് ഗോഡ്, നല്ല പച്ചപ്പുള്ള ഷോപ്പാണ്. എൻ്റെ കടയുടെ അടുത്തുള്ളൊരു മരം, വലിയൊരു മരമായിരുന്നു. ഞാൻ അത് ഇനി ഒരു ദിവസം വീഡിയോയിൽ എടുക്കുമ്പോൾ കാണിച്ചു തരാം. ആ മരം മൊത്തമായിട്ട് വെട്ടിക്കളഞ്ഞു. ആ മരം വെട്ടിക്കളഞ്ഞതിന് ശേഷം ഭയങ്കര ചൂടാണ്. 24/7 ഞാൻ AC ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഉച്ചയ്ക്ക് മാത്രം ഇട്ടാൽ മതിയായിരുന്നു. ഇപ്പോൾ അതൊന്നും പറ്റില്ല, എപ്പോഴും AC വേണം. ഇതാണ് ബോറടിച്ചിട്ടുള്ള വിശേഷം. താങ്ക് യു.